ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം, ഭാഗം 2061. ഇന്ന് ഓഗസ്റ്റ് മാസം 22-ാം തീയതി, 234-ാമത്തെ ദിവസത്തിലെത്തി. 4-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ക്രാഫ്റ്റ് പീരീഡാണ്. ടീച്ചർ എല്ലാവരോടും പടം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സമ്മാനത്തിന്റെ പടം വേണം വരയ്ക്കാനായിട്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം ഏതായിരുന്നു, അതാണ് വരയ്ക്കാൻ ശ്രമിക്കേണ്ടത്. ചിലർ വീടിന്റെ ചിത്രം വരച്ചു, ചിലർ തങ്ങളുടെ പ്രിയപ്പെട്ട കളിപ്പാട്ടം വരച്ചു, വളർത്ത പൂച്ചയെ വരച്ചു, ചിലർ നട്ടുവളർത്തിയ ചെടിയെയും കിളികളെയും വരച്ചു. അങ്ങനെ പലതരം പടങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു കുട്ടി മാത്രം വരച്ചത് 2 കൈകളാണ്. അത് കണ്ട ടീച്ചർ അവനോട് ചോദിച്ചു, നിനക്കിഷ്ടം നിന്റെ കൈകളാണ്? അവന്റെ മറുപടി ഇങ്ങനെയാണ്, ഇതെന്റെ അല്ല ടീച്ചർ, ടീച്ചറിന്റെ കൈകളാണ്. ടീച്ചറിന് അത്ഭുതമായി. അതെന്താണ്, എന്റെ കൈകള് അത്രയും വലിയ സമ്മാനമായി നിനക്ക് തോന്നിയതും മാറിയതും? ഇന്നലെ ഞാൻ കളിക്കുന്നതിനിടയിൽ മൈതാനത്ത് വീണപ്പോൾ എഴുന്നേൽപ്പിച്ചത് ടീച്ചറിന്റെ കൈകളാണ്. കഴിഞ്ഞ ആഴ്ച ടൂറ് പോയപ്പോൾ കടലിലിറങ്ങാൻ പേടിച്ച എന്നെ പിടിച്ചിറക്കിയതും ടീച്ചറിന്റെ കൈകളാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സമ്മാനം ഇതാണ്. കുറെ കൂടി ഹൃദ്യമായി നമ്മളുടെ ജീവിതം, കർമ്മമേഖലകൾ, മാനുഷിക ഇടപാടുകൾ, ആത്മാർത്ഥപരമായ ജീവിതമൊക്കെ ഒന്ന് മാറേണ്ടതാണ്. അല്ല, അങ്ങനെ ഒരു മാതൃക ക്രിസ്തുയേശു കാണിച്ചു തന്നിട്ടുണ്ട്. തന്റെ ശിഷ്യന്മാരെ എപ്പോഴൊക്കെയോ അപമാനിപ്പാനായിട്ട്, അവഹേളിപ്പാനായിട്ട് ആ ഒരു മതസമൂഹം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരിലൂടെ ഗുരുവിനെയാണ് ശരിക്കും ആക്രമിച്ചുകൊണ്ടിരുന്നത്. ശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗമൊക്കെ അതുതന്നെയാണ്. അതിനെയൊക്കെ യേശു എങ്ങനെയാണ് സംരക്ഷിച്ചതും ആ ശിഷ്യന്മാർക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറിയത്. ഈ യേശുനാമത്തിന് വേണ്ടി പിന്നീട് രക്തസാക്ഷികളായി മാറാനായിട്ട് അത്രത്തോളം വലിയൊരു സ്നേഹത്തിലേക്ക് ആ പന്തിരുവരുടെ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോയതും ഈ കർമ്മങ്ങളൊക്കെ തന്നെയാവും. പ്രിയപ്പെട്ടവരാരൊക്കെയാണ് നമുക്ക്? തീർച്ചയായിട്ടും നമ്മളുടെ പ്രിയങ്ങളെ ചേർത്ത് പിടിച്ചവരാണ്. പിന്നെ ആപത്തുണ്ടാവുന്ന വേളകളിൽ, ചില അപ്രിയ സംഭവങ്ങളിൽ നമ്മൾ വീണുപോകാതെ, തളർന്നും തകർന്നും പോകാതെ നമ്മളിൽ അല്പമെങ്കിലും ആത്മവിശ്വാസം പകർന്നു തന്നുവരുമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ശിഷ്യന്മാർ കൈകൾ കഴുകുന്നില്ല എന്ന് പരിഹസിച്ചവരോട്, ശരിക്കും കളിയാക്കിയവരോട്, അപമാനിക്കാൻ ശ്രമിച്ചവരോട് യേശുവിന് മറുപടി, വായിലേക്ക് പോകുന്നതല്ല, വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ശരിക്കും പാരമ്പര്യത്തെ കൂടി പൊളിച്ചെഴുതാനായിട്ട് ക്രിസ്തുയേശു ധൈര്യപ്പെടുകയാണ്. അതും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടി. ഒപ്പമുള്ള മനുഷ്യരെ കുറെ കൂടി കരുണയോടും അനുഭാവത്തോടും നമുക്ക് പരിഗണിക്കാം, അവരെ ചേർത്ത് പിടിക്കാം. അതെ, അങ്ങനെ ഒരു മാതൃകയിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ, ക്രിസ്തു അനുയായികൾ ഓരോരുത്തരും. ആമേൻ.